നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റായിട്ട് ഞാനത് എടുക്കുകയാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്, ആ ചോദ്യം ഇങ്ങനെയാണ്: സൃഷ്ടിച്ച ബ്രഹ്മാവിനെ വേണ്ട, തീറ്റുന്ന ഹരിയെയും കൊല്ലുന്ന ഹരനെയും പൂജിച്ചാൽ മതിയോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ നല്ലതാണ്, ആരോഗ്യകരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം ഈ ചോദിച്ച അദ്ദേഹം വ്യാകുലപ്പെട്ടത് ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളില്ല, ഹരിക്കും ഹരനും മാത്രമാണ് ക്ഷേത്രങ്ങളുള്ളത്, വിഷ്ണുവിനും ശിവനും മാത്രമാണ് ക്ഷേത്രങ്ങളുള്ളത്, ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളില്ല, ബ്രഹ്മാവിനെ പൂജിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ വേണ്ടേ എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പൂജിക്കണ്ടേ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിനെ പൂജിക്കേണ്ടതാണ്. നമ്മളുടെ ജീവഗാത്രങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ഓരോ ഗാത്രങ്ങൾക്കും വേണ്ടിയിട്ടാണ് ക്ഷേത്രം. ഹരൻ്റെയും ഹരിയുടെയും എല്ലാം ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജീവഗാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ജീവഗാത്രത്തെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. 30 മുക്കോടി ചരാചരങ്ങളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയിൽ ആരാധിക്കേണ്ടതുണ്ട്, പൂജനീയമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ ഒരു ജീവനെയും ഹനിക്കാതെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ബീജശക്തിയായിരിക്കുന്ന ആത്മശക്തിയായിരിക്കുന്ന ബ്രഹ്മശക്തിയെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോ ജീവനെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ആത്മാവിനെ ദർശിക്കുന്ന ആത്മീയതയെ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മശക്തിയെ സംരക്ഷിക്കുന്നവരുടെ മാർഗം എന്താണ്? അഹിംസയാണ് അതിൻ്റെ മാർഗം. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെ സംരക്ഷിക്കുവാനായിട്ട്, ആ ആത്മാവിൻ്റെ ജീവനെ നിലനിർത്തുവാനായിട്ട്, ആ ജീവഗാത്രത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബ്രഹ്മാവ് വസിക്കുന്ന ജീവഗാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ജീവനെ സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണുവിനെ പൂജിക്കേണ്ടി വരും, ഹരിയെ പൂജിക്കേണ്ടി വരും. ജീവനാംശ പാലനം ആരുടെ ധർമ്മമാണ്? ഹരിയുടെ ധർമ്മമാണ്. ആ ഹരിയെ നമുക്ക് സംരക്ഷിക്കേണ്ടി വരും, ആ ഹരിയെ നമ്മൾ ആരാധിക്കേണ്ടി വരും. ആ ഹരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രഭൂമികളെ സൃഷ്ടിക്കേണ്ടി വരും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മശക്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് സഹസ്രദള പത്മം വിരിയുന്നത്. ആ സഹസ്രദള പത്മത്തിലാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അറിഞ്ഞാലും, ജീവാത്മശക്തിയായിരിക്കുന്ന ഹരിതലോകത്തിൻ്റെ അസ്തിത്വത്തിലാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ബ്രഹ്മശക്തി ജനിക്കുന്നത്, ബ്രഹ്മാവ് ജനിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്ന അസ്തിത്വം ആരുടേതാണ്? അത് ഈ സസ്യലോകത്തിൻ്റെതാണ്, ഹരിയുടേതാണ്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മശക്തിയെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹരിയെ സംരക്ഷിക്കേണ്ടി വരും. ആ ഹരിയുടെ സത്വഗുണത്തെ നിലനിർത്തുവാൻ നമുക്ക് ആരെ സംരക്ഷിക്കേണ്ടി വരും? തമോ ഗുണകാരണനായിരിക്കുന്ന ഹരനെ സംരക്ഷിക്കേണ്ടി വരും. ഹരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഭൂമിയാണ്, അല്ലേ? ഈ ഭൂമിയാണ് ചന്ദ്രനാഥനായിരിക്കുന്ന അർദ്ധനാരീശ്വരനായിരിക്കുന്ന 7 കടലും 7 കരയും ചേർന്ന അർദ്ധനാരീശ്വരനായിരിക്കുന്ന സദാ ആനന്ദ നടനമാടുന്ന, ആർക്ക് ചുറ്റും ആനന്ദ നടനമാടുന്ന, പരബ്രഹ്മമായിരിക്കുന്ന സൂര്യന് ചുറ്റും ആനന്ദ നടനമാടുന്ന ആ സദാശിവനായിരിക്കുന്ന ഈ ഭൂമിയാണ് ഹരൻ. ആ ഹരന് ഹരമായിരിക്കുന്നത് മൗണ്ടുകളാണ്. ഹരഹരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രനാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമിരൂപങ്ങളാണ് ഹരഹരൻ. ആ ഹരനും ഹരഹരനും പ്രിയമായിരിക്കുന്നത്, ഹരമായിരിക്കുന്നത് ഹരിയാണ്. ജീവൻ ആഹാരമായിരിക്കുന്നത്, ജീവനാംശമേകുന്നത് ഹരിയാണ്. ആ ജീവനാംശ പാലകനായിരിക്കുന്ന ഹരി സത്ത് ഗുണത്താലാകുന്നു. സർവ ആളുകൾക്കും ജീവനാംശമേകുന്ന ഗുണമാണ്. ആ സത്വഗുണം എവിടെ നിന്നാണ് വിരിയുന്നത്? തമോ ഗുണത്തിൽ നിന്നാണ് വിരിയുന്നത്. തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണം വിരിയുന്നു, സത്വഗുണത്തിൽ നിന്നാണ് രജോ ഗുണം ജനിക്കുന്നത്. ശിവന്റെ തമോ ഗുണത്തിൽ നിന്നിട്ടാണ് വിഷ്ണുവിൻ്റെ സത്വഗുണം ജനിക്കുന്നത്. വിഷ്ണുവിൻ്റെ സത്വഗുണത്തിൽ നിന്നിട്ടാണ് ബ്രഹ്മാവിൻ്റെ രജോ ഗുണം ജനിക്കുന്നത്. വിചാരങ്ങളെല്ലാമുള്ള തലങ്ങളുള്ള പരമാത്മ ചൈതന്യം ജനിക്കുന്നത് ആ ഹരിയുടെ സത്വഗുണത്തിൽ നിന്നിട്ടാണ്. ഭൂമിയിലേക്ക് ദ്രവ്യം സഞ്ചരിച്ചെത്തുന്നത് കാരണഗണമായിരിക്കുന്ന ദൈവഗണത്തിൽ നിന്നും, അതായത് ഇലക്ട്രോണിൽ നിന്നും, സൂക്ഷ്മഗണമായിരിക്കുന്ന ന്യൂട്രോണിലൂടെ, ജൈവഗണത്തിലൂടെ, സ്ഥൂലഗണമായിരിക്കുന്ന ശിവത്വത്തിലേക്കാണ്, ശൈവഗണത്തിലേക്കാണ്, പ്രോട്ടോണിലേക്കാണ്. പക്ഷെ ഭൂമിയിലെ ശിവന്റെ തമോ ഗുണത്തിൽ നിന്നും വിഷ്ണുവിൻ്റെ സത്വഗുണം, വിഷ്ണുവിൻ്റെ സത്വഗുണത്തിൽ നിന്നും ബ്രഹ്മാവിൻ്റെ രജോ ഗുണം ജനിക്കുന്നു. രജോ ഗുണത്തെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വൈഷ്ണവ ആരാധനയും ശിവാരാധനയും ചെയ്യുക. അപ്പോൾ ഓരോ ജീവഗാത്രങ്ങളും ബ്രഹ്മാവിൻ്റെ ആലയമാകുന്നു എന്ന് അറിയുക. വിഷ്ണുവിൻ്റെ ഓരോ ജീവനിലും ശിവൻ്റെ ഓരോ ശരീരത്തിലും
ബ്രഹ്മാവുണ്ട്, ബ്രഹ്മാവിൻ്റെ ആലയമാണ് അത് എന്ന് അറിയുക. ഇതെല്ലാം എന്താണ്? ത്രികണ വൈഭവമാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളുടെ വൈഭവമാണ്. വേദത്തിലേക്ക് വന്നാൽ ദൈവ, ജൈവ, ശൈവ കണങ്ങളുടെ വൈഭവമാണ് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നത്. ജ്ഞാന, ഇച്ഛ, ക്രിയാശക്തികളെല്ലാം എന്താണ്? ത്രികാലങ്ങൾ എന്താണ്? ത്രിഗുണങ്ങൾ എന്താണ്? എല്ലാം ഈ ത്രികണ വൈഭവമാകുന്നു. ത്രേത സിദ്ധാന്തത്താലാകുന്നു. ത്രേതം പഞ്ചഭൂതാത്മകമാകുന്നു. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ഭൂമി പരമസത്യത്താലാകുന്നു. ബ്രഹ്മാവ് എവിടെയാണ് വസിക്കുന്നത്? സത്യലോകത്താണ് വസിക്കുന്നത്. എന്താണ് ആ സത്യം? എന്താണ് സത്യം? സത്യം ജലമാകുന്നു. പരമശിവനാൽ ശ്രീപാർവതി പരമസത്യമാകുന്നു. പരമസത്യം എന്താണ്? ജലമാകുന്നു. ആ ജലം ജീവനാകുന്നു. ആകാശത്താൽ, സൗരോർജത്താൽ, വൈഷ്ണവത്താൽ, ശിവത്വത്താൽ ആ ജലത്തിന് രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ ജീവസഞ്ചാരം സാധ്യമാകുന്നു. നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാകുന്നു. പരമസത്യമായിരിക്കുന്ന ആ ജലത്തിൻ്റെ ലോകത്താണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ സത്യലോകം എന്ന് പറഞ്ഞാൽ പരമസത്യമായിരിക്കുന്ന ശ്രീ പാർവതിയുടെ ലോകമാണ്, ജലത്തിൻ്റെ ലോകമാണ് എന്നറിഞ്ഞാലും. ഭൂമി ജീവഗോളമാണ്, ജലഗോളമാണ് ഭൂമി. ബ്രഹ്മാവിൻ്റെ സത്യലോകം ജലത്താലാകുന്നു. രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ ആ ജലത്താൽ അയനം ചെയ്യുന്നതും ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നതും ആരാകുന്നു? വിഷ്ണുവാകുന്നു. ബ്രഹ്മാവിൻ്റെ സത്യലോകം ചമയ്ക്കുവാനായിട്ട് ജലത്തെ താമസിയാക്കി ചേർത്ത് വച്ചിരിക്കുന്നത് ആരാണ്? അത് ഹരനാണ്, ശിവനാണ്. ആ ശിവന്റെ ദേഹം തന്നെയാകുന്ന വിഷ്ണുവാണ് ഈ ശിവനിലേക്ക് പരമസത്യമായിരിക്കുന്ന പാർവതിയെ ചേർത്ത് വെച്ച് ബ്രഹ്മശക്തിയെ സത്വഗുണത്താൽ ജനിപ്പിക്കുന്നത് എന്നറിയുക. അപ്പോൾ ബ്രഹ്മാവിനെ, സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന ബ്രഹ്മാവിനെ ജനിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യലോകം ചമയ്ക്കണം, ജലത്തിൻ്റെ ലോകം ചമയ്ക്കണം. ജലത്തിൻ്റെ ലോകം ചമയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വൈഷ്ണവാരാധനയെ ചെയ്യണം. ഹരിതലോകത്തെ നമ്മൾ ആശ്രയിക്കണം. ഹരിതലോകത്തെ നമ്മൾ സംരക്ഷിക്കണം. ജീവനാംശത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിതലോകത്തെ നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തണം. സ്ഥിതിപാലകനായിരിക്കുന്ന ഹരിയിൽ നിന്നും ബ്രഹ്മശക്തി ജനിക്കും. പരമശിവനാലാണ് ഈ പരമസത്യമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ലോകം സാധ്യമാകുകയുള്ളൂ. ആ പരമസത്യമായിരിക്കുന്ന ജലത്തെ അയനം ചെയ്യിക്കണമെങ്കിലോ ബ്രഹ്മാവ് വസിക്കുന്നത് സത്യലോകത്താണ്. ആ പരമസത്യമായിരിക്കുന്ന ജലത്തെ അയനം ചെയ്യിപ്പിക്കണമെങ്കിൽ ആരുണ്ടാവണം? സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണു ഉണ്ടാവണം, ഹരി ഉണ്ടാവണം. ഹരി ഈ ശിവനിലെ സപ്തഭൂഖണ്ഡങ്ങളിലും നിറയണം, വർണ്ണത്തെ ജനിപ്പിക്കണം. അപ്പോഴാണ് ജലം സ്വരത്തെ ജനിപ്പിക്കുകയുള്ളൂ, ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുകയുള്ളൂ. ബ്രഹ്മശക്തിയെ ജനിപ്പിക്കാൻ എന്ത് ചെയ്യണം? വൈഷ്ണവാരാധനയെ ചെയ്യണം, ഹരിയെ പൂജിക്കണം. ശിവനെ, മഹാദേവനെ പൂജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വൈഷ്ണവാരാധനയെ ചെയ്യണം. വൈഷ്ണവാരാധനയിൽ മാത്രമാണ് ബ്രഹ്മശക്തിയും ശിവശക്തിയും ചേർന്ന് നിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ശിവനിൽ ത്രിഗുണം സാധ്യമാകുകയുള്ളൂ, ത്രികാലം സാധ്യമാകുകയുള്ളൂ. ഈ ത്രിശക്തികളാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങൾക്ക് കാരണമായിരിക്കുന്ന ജീവനാകുന്ന ഭൂമിയെ ജീവഗോളമാക്കുന്ന വൈഭവമെന്ന് അറിഞ്ഞാൽ. ശരീരത്തിന് കാരണം ശിവത്വമാണ്, ജീവന് കാരണം വിഷ്ണുവാണ്. ത്രിമൂർത്തികളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മാവിനെ ജനിപ്പിക്കുവാൻ വിഷ്ണുവിനെയും വിഷ്ണുവിനെ ജനിപ്പിക്കുവാൻ ശിവനെയും നമുക്ക് ആശ്രയിക്കേണ്ടതുണ്ട്, ആരാധിക്കേണ്ടതുണ്ട്. കാലത്തിന് കാരണമായിരിക്കുന്ന ഗോളം ഭൂമിയാണ്, ജീവഗോളമാണ് ഭൂമി. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ഈ ത്രിഗണ വൈഭവത്തിൻ്റെ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് കാലത്തിന് കാരണം. ആ കാലത്തിന് കാരണമായിരിക്കുന്ന വൈഭവം ആ ബീജധരനായിരിക്കുന്ന ഭൂമിയുടേതാണ്, ശിവൻ്റേതാണ്. മഹാലൈംഗികതയ്ക്ക് കാരണമായിരിക്കുന്ന ബീജഗോളമായ ജീവഗോളമായ ജീവധരനായിരിക്കുന്ന ഈ ഭൂമിയാണ് കാലത്തിന് കാരണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമയമുള്ളത്, കാലമുള്ളത്. അതുകൊണ്ടാണ് സംഹാരമൂർത്തിയാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവനാണ് സമയത്തിന്, കാലത്തിന് കാരണം. കാളയുടെ പുറത്താണ്, കാലത്തിൻ്റെ പുറത്താണ് ഭൂമിയുടെ പ്രദക്ഷിണവും ഭ്രമണവും എന്നും അറിയുക. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങളായിരിക്കുന്ന ഗാത്രങ്ങളെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ആ ഗാത്രങ്ങളെ തീറ്റുന്ന ഹരി വേണം. ആ ഗ്യാരണ്ടിയുള്ള ഗാത്രം എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? അത് ഈ ശിവത്വത്താലാകുന്നു. നമ്മളുടെ ശരീരം ശിവത്വത്താലാകുന്നു, ഈ ഭൂമിയാലാകുന്നു എന്നും അറിയുക. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്താണ്? നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവം എന്തെന്നുള്ളതാണ്. ഓരോ മാനവർക്കും, ഓരോ ഭാരതീയർക്കും അഭിമാനിക്കുവാൻ വക നൽകുന്ന കാര്യമാണ് ഭാരതത്തിൻ്റെ വേദശാസ്ത്രം ലോകത്തോട് പറയുന്നത്. അത് തന്നെയാണ് പ്രണവവേദത്തിലൂടെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നന്നായിട്ട് ചിന്തിക്കുക. ഞാൻ പറയുന്നതിലും തെറ്റുണ്ടെങ്കിൽ അതിനെയും തിരുത്തുക. അപ്പോൾ പ്രണവവേദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ അറിയുക. അറിവാണെങ്കിൽ മാത്രം ഇത് ഷെയർ ചെയ്യുക. അറിവല്ലെങ്കിലോ ഒരിക്കലും ഷെയർ ചെയ്യരുത്. അപ്പോൾ യുക്തിയല്ല വേദം, യുക്തമാണ് വേദം. അഭിപ്രായമല്ല വേദം, അറിവാണ് വേദം. ആ അറിവിൻ്റെ തലത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി